ഭഗവതേ വാസുദേവായ. നമസ്കാരം. ഭൂലോക വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ചതുർമാസക്കാലത്തെ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നെണീക്കുന്ന ദേവ് ശൈനി ഏകാദശി കഴിഞ്ഞു വരുന്ന ദ്വാദശിയിൽ അതിവിശേഷമായ തുളസി പൂജ നടക്കാറുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ ഇന്നേ ദിവസം തുളസി വിവാഹ പൂജയായി കണക്കാക്കാറുണ്ട്. ശ്രീ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണനും ലക്ഷ്മി ദേവിയുടെ അവതാരമായ തുളസി ദേവിയും തമ്മിലുള്ള വിവാഹം നടന്ന സുദിനത്തിനെയാണ് തുളസി വിവാഹ പൂജയായി ആചരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മാസമായ ദാമോദര മാസത്തിലെ അഥവാ കാർത്തിക മാസത്തിലെ 12-ാം നാളാണ് തുളസി വിവാഹ പൂജ ആഘോഷിക്കുന്നത്. വിവാഹബന്ധം ദൃഢമാകാനും മംഗല്യഭാഗ്യം ഉണ്ടാകുവാനും കാർത്തിക മാസത്തിലെ ഈ തുളസി വിവാഹ പൂജ ആചരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. തുളസി മംഗല്യ ദിവസമായ ഇന്നേ ദിവസം മംഗല്യ തടസ്സം മാറാൻ യുവതികളും ഭാര്യാഭർത്തൃബന്ധം ദൃഢമാകാൻ മംഗല്യവതികളും വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ തുളസി വിവാഹ പൂജ എന്ന് പറയുന്നത് വലിയ ആഘോഷമായി അവർ നടത്താറുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് തുളസി പൂജ നടത്താവുന്നതാണ്. ഹൈന്ദവ വിശ്വാസികളുടെ വീടുകളിലെല്ലാം ഒരു തുളസിത്തറ കാണാറുണ്ട്. തുളസിത്തറയുള്ള വീടുകളിലൊക്കെ തന്നെ ഒരു വിളക്ക് സാധാരണ കത്തിച്ചു വെക്കാറുണ്ട്. ഇന്ന് തൊട്ട് നിങ്ങൾ പൗർണമി വരെ, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച വരെ ഒരു നെയ്വിളക്ക് തുളസിത്തറയിൽ കത്തിച്ചു വെച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആഭിഷ്ടസിദ്ധി ലഭിക്കുന്നതാണ്. നെയ്വിളക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ചെറിയ മൺചിരാതിൽ നെയ്യ് ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുകയാണ് വേണ്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണനും ലക്ഷ്മി ദേവിയുമായി സങ്കല്പിച്ച് ഈ നെയ്വിളക്ക് 7 വട്ടം തുളസി ചെടിയെ ഉഴിഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മൂലമന്ത്രമായ ഓം ക്ലിം കൃഷ്ണായ നമഃ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ നാമമോ ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ദാമോദര മാസത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ദിവസവും നെയ്ദീപ ആരതി ഉഴിയുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ അവസാന 3 ദിവസം, കാർത്തിക മാസത്തിലെ അവസാന 3 ദിവസമായ ഇന്ന് തൊട്ട് പൗർണമി വരെ വരുന്ന വെള്ളിയാഴ്ച വരെയെങ്കിൽ ഭഗവാന് ആരതി ഒഴിയുകയും തുളസിത്തറയിൽ നെയ്വിളക്കും കൂടി കത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത് ഐശ്വര്യങ്ങളാണ് ലഭിക്കുന്നത്. വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടി ചെയ്തു നോക്കൂ. അതിന് 100% ഫലം കിട്ടുന്നതാണ്. എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്